ആധുനിക കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പലപ്പോഴും നമുക്കറിയാൻ പാടില്ല. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നത് രോഗവും ലക്ഷണവും ട്രീറ്റ്മെൻറ്റും അതിൻ്റെ പിന്നാലെ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളും വേദനയും വിഷമവുമാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തെക്കുറിച്ചാണ് എന്തുണ്ട് വിശേഷങ്ങൾ എന്ന ഈ പരിപാടിയിൽ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ പരിപാടി നിങ്ങളുടെ ജീവിതത്തിന് ഏറെ ഗുണം ചെയ്യും. കാണാൻ ഞങ്ങൾ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വീട്ടിൽ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആധുനിക കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ വിശേഷങ്ങളൊക്കെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ചിലർ രോഗം വരാതിരിക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുന്നു, രോഗം നിയന്ത്രിക്കാൻ ഭക്ഷണം നിയന്ത്രിക്കുന്നു, ചിലപ്പോൾ ഫാഷന് വേണ്ടിയിട്ടും ഭക്ഷണം നിയന്ത്രിക്കുന്നു. ഭക്ഷണം നിയന്ത്രിക്കുമ്പോൾ നമ്മൾ പ്രധാനപ്പെട്ടതായി അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മളെ ചർച്ചയിൽ. അത് നമ്മളോട് പങ്കുവെക്കുന്നതിനായി നമ്മളോടൊപ്പം നമ്മുടെ നല്ല സുഹൃത്തുക്കളുണ്ട്. എന്തൊക്കെയാണ് വിശേഷം ജേക്കബ്? സുഖമായിരിക്കുന്നു. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും നല്ല വിശേഷങ്ങളായിരിക്കട്ടെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഘടകങ്ങൾ ആരോഗ്യ ജീവിതത്തിന് വളരെ പ്രധാനമാണ്. അതിൽ ഗ്ലൈസമിക് സൂചിക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്താണ് ശരിക്കും ഈ ഗ്ലൈസമിക് സൂചിക? ഗ്ലൈസമിക് സൂചിക അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര പെട്ടെന്ന് നമ്മുടെ രക്തത്തിലെ പഞ്ചസാര ഉയരും എന്നുള്ളതിനെ നിശ്ചയിക്കുന്ന ഒരു ഇൻഡെക്സ് അല്ലെങ്കിൽ സൂചികയാണ്. അപ്പോൾ ഇതൊരു 0 മുതൽ 100 വരെയുള്ളൊരു സ്കെയിലിലാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കുറവ് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പതുക്കെ രക്തത്തിലെ പഞ്ചസാര ഉയരത്തുള്ളൂ. കൂടുതൽ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാര ഉയരത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സ്കെയിലിലെ തന്നെ 100 എന്നുള്ള വാല്യൂവിൽ എത്തിയത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയാം. പ്യുവർ ഗ്ലൂക്കോസ് കഴിക്കുമ്പോൾ രക്തത്തിലെ പഞ്ചസാര എത്ര പെട്ടെന്ന് ഉയരുന്നുള്ളതിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് അതിലെ 100 എന്നുള്ള വാല്യൂ. അപ്പോൾ നമ്മൾ 100-നേക്കാളും കുറഞ്ഞുള്ള വാല്യൂസിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ പ്യുവർ ഗ്ലൂക്കോസിനേക്കാളും കുറവായിരിക്കും ഈ രക്തത്തിലെ പഞ്ചസാരയുടെ ഷൂട്ട്. പക്ഷേ അതിൽ ആ ഒരു റേഞ്ച് ഇങ്ങനെയാണത് നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഗ്ലൈസമിക് ഇൻഡെക്സിന് ഒരു ഫൗണ്ടേഷൻ. തീർച്ചയായിട്ടും പലപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, പിന്നെ മരുന്ന് കഴിക്കുന്നു. ഇങ്ങനെയാണ് പഞ്ചസാര നിയന്ത്രിക്കാൻ ശ്രമിക്കുക. പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. ഇനിയും ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് സൂചിക അറിയേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? തീർച്ചയായിട്ടും ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് അറിയുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ജേക്കബ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഉയർന്ന ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ അത് പെട്ടെന്ന് രക്തത്തിലെ ഷുഗറിനെ റേസ് ചെയ്യുന്നു. അതായത് അത് 1-2 മണിക്കൂറിൽ തന്നെ ദഹിച്ച് രക്തത്തിലേക്ക് വരികയും പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കുക. അത് അതുപോലെ തന്നെ താഴോട്ട് വന്ന് ചില സമയത്ത് ബേസ് ലൈൻ്റെയും താഴെ പോകും ഈ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് ഡൈജഷൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? നമുക്ക് വേഗം വിശക്കാൻ തുടങ്ങും. 1-2 മണിക്കൂർ കഴിയുമ്പോഴേക്കും വയർ എംപ്റ്റി ആയി. പിന്നെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ഒത്തിരി താഴോട്ട് പോകുമ്പോൾ നമുക്ക് ഷുഗർ ക്രേവിങ്സ് ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഈ പഞ്ചസാര കഴിക്കാനും ഈ പരവേഷം എടുക്കലും ഇങ്ങനത്തെ പല പ്രശ്നങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ പെട്ടെന്നൊരു ഷുഗർ സ്പൈക്ക് ഉണ്ടാകുമ്പോൾ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവും കൂടും. അപ്പോൾ ഈ ഇൻസുലിൻ എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ഷൻ ഹോർമോണാണ്. അപ്പോൾ നമ്മൾ വണ്ണം വെക്കാൻ തുടങ്ങും. ഇത് കുറേ നാൾ കണ്ടിന്യൂ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിനെ എഫക്റ്റ് ചെയ്യും, നമ്മുടെ വയറിനെ എഫക്റ്റ് ചെയ്യും. പല രീതിയിലുള്ള പ്രോബ്ലംസ്. നമ്മളെ ഗ്ലൂക്കോസ് ഹൈ ആയിരിക്കുമ്പോൾ, ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റീനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പല കാര്യങ്ങളെ നിയന്ത്രിക്കാനായിട്ട് ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പലപ്പോഴും ഡയബറ്റിക്കുമായി ബന്ധപ്പെട്ട് മറ്റ് രോഗങ്ങൾ വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിഞ്ഞുകൂടാ. ഇപ്പോഴാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമ്മൾക്ക് മനസ്സിലാകുന്നത്. ഇതിനകത്തുള്ള പഞ്ചസാരയുടെ അളവ് എങ്ങനെയാണ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. ഗ്ലൈസമിക് സൂചിക നിർണ്ണയിക്കുന്ന പൊതുവായ ഘടകങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായ ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം ഇത് എന്ത് തരം കാർബോഹൈഡ്രേറ്റാണ് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സൂക്രോസ്, ഫ്രക്ടോസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ സ്റ്റാർച്ച്, ഫൈബറൊക്കെ. ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് പെട്ടെന്ന് ദഹിക്കും. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ഹയറാണ്. അപ്പോൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഗ്ലൈസമിക് ഇൻഡെക്സും ഹയറാണ്. നേരെ തിരിച്ച് കൂടുതൽ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ള ഭക്ഷണങ്ങളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും. കാരണം അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് തന്നെ. അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. രണ്ടാമത്തത് എത്രത്തോളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ നാര് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഭക്ഷണത്തിൽ.
ഫൈബർ കൂടുന്തോറും ആ ഭക്ഷണത്തിൻ്റെ എസ്പെഷ്യലി ഇൻസോലബിൾ ഫൈബർ കൂടുന്തോറും ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും. മൂന്നാമത് പ്രോട്ടീൻ, എത്രത്തോളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ പ്രോട്ടീൻ കൂടുന്തോറും ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും. നാലാമത്തേതായിട്ട് എത്രത്തോളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഭക്ഷണത്തിൽ. കൊഴുപ്പ് കൂടുന്തോറും ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ആക്ച്വലി കുറയും. ഇതാണ് പ്രധാനപ്പെട്ട ഒരു 4 ഘടകം. തീർച്ചയായിട്ടും. ഇനി ഗ്ലൈസമിക് സൂചിക നിർണ്ണയിക്കുന്ന മറ്റെന്തെങ്കിലും ഘടകങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായി ഗ്ലൈസമിക് ഇൻഡെക്സ് താഴ്ന്ന് കീപ്പ് ചെയ്യുന്നതാണ് നമുക്ക് നല്ലതെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ഈ ഫെർമെൻറ്റഡ് ഫുഡ്സ്, പുളിപ്പിച്ച ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അത് ഗ്ലൈസമിക് ഇൻഡെക്സിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഫെർമെൻറ്റഡ് ഫുഡ്സിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സിനെ ഈ ഫെർമെൻറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസംസ് തിന്നും. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ അതിൻ്റെ അകത്ത് ശേഷിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും. അതുപോലെ തന്നെ ഈ ഫെർമെൻറ്റേഷൻ്റെ ഭാഗമായിട്ട് ലാക്റ്റിക് ആസിഡും അസറ്റിക് ആസിഡും പിന്നെ ആസിഡിക് ആയിട്ടുള്ളൊരു ഫുഡായിട്ട് അത് മാറും. അപ്പോൾ അതിലൂടെയും ശരിക്കും പറഞ്ഞാൽ ഈ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയുമെന്ന് നമുക്ക് കാണാൻ പറ്റും. ഇഡ്ഡലി, ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ റേഞ്ചിലേക്ക് പോകും. പക്ഷേ നേരെ മറിച്ച് അപ്പത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പം കഴിക്കുമ്പോൾ ആ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിനെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റി ഗ്ലൈസമിക് ഇൻഡെക്സ് കൂട്ടുകയും ചെയ്യാണ്. സോ അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ ഈ ഫെർമിനേറ്റ് ഫുഡ്സിലൂടെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. അത് പോരാണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചോറ് വെച്ചതിന് ശേഷം അത് 5 ഡിഗ്രി സെൽഷ്യസിൻ്റെ താഴെ 12 മണിക്കൂർ തണുപ്പിച്ചതിന് ശേഷം പിന്നെ നമ്മളൊരു ആവശ്യത്തിന് ചൂടാക്കി കഴിക്കുകയാണെങ്കിൽ ആ ചോറിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയും എന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ, പിന്നെ പഴുപ്പ്, ഇപ്പോൾ ഇച്ചിരി പച്ചയായിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ, പഴുപ്പ് കുറഞ്ഞ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറവാണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മളുടെ മൊത്തത്തിൽ കഴിക്കുന്ന ആ മീലിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എന്തായാലും ഇത്തരത്തിൽ ഭക്ഷണങ്ങളെ അറിഞ്ഞുകൊണ്ട് തിരഞ്ഞെടുക്കുന്നത് എത്രമാത്രം ആരോഗ്യകരമാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും ഇതൊന്നും അറിയാതെയാണ് നമ്മൾ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അത് പലപ്പോഴും പലതരത്തിലുള്ള അപകടത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എന്തായാലും പ്രോട്ടീനും കൊഴുപ്പും ഒരു ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് സൂചിക കുറയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു തിയറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇങ്ങനെയാണ്. ഒരു ഭക്ഷണത്തിൻ്റെ ദഹിപ്പിക്കും തോറുമാണ് അതിൻ്റെ അകത്തുനിന്ന് പഞ്ചസാര രക്തത്തിലേക്ക് റിലീസ് ചെയ്യുന്നത്. അപ്പോൾ പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങൾ ദഹിപ്പിക്കാൻ സമയം കൂടുതലെടുക്കും. അപ്പോൾ ആ ഡൈജസ്റ്റീവ് റേറ്റ് കുറയുമ്പോഴത്തേക്കും ഭക്ഷണത്തിൽ നിന്നും വരുന്ന ആ പഞ്ചസാര രക്തത്തിലേക്ക് വരുന്നതിൻ്റെ ആ റേറ്റും കുറയും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രോട്ടീൻ കൂടുതൽ അടങ്ങിയ ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കൊഴുപ്പ് കൂടി അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴത്തേക്കും അത് പതുക്കെ ദഹിപ്പിക്കത്തുള്ളൂ ഭക്ഷണത്തെ. അപ്പോൾ പതുക്കെ അത് രക്തത്തിലെ പഞ്ചസാര റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ രക്തത്തിലെ പഞ്ചസാര ഉയരുന്നതിൻ്റെ റേറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലൈസമിക് സൂചികയിലൂടെ നമ്മൾ നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഭക്ഷണങ്ങൾക്ക്, പ്രോട്ടീനും കൊഴുപ്പും അടങ്ങിയ ഭക്ഷണങ്ങളുടെ ഗ്ലൈസമിക് ഇൻഡെക്സ് താഴോട്ട് പോകും. ഇത് ദഹനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഒന്ന് നോക്കിയിട്ട് വരൂ, ഞങ്ങളും വേഗം മടങ്ങി വരാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാം ശുഭമായിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഭക്ഷണത്തിൽ പ്രോട്ടീനും കൊഴുപ്പും എങ്ങനെയാണ് ഗ്ലൈസമിക് സൂചികയെ സഹായിക്കുന്നതെന്നതിനെക്കുറിച്ചാണ്. ഒരു ഉദാഹരണം പറയാൻ കഴിയുമോ? ഇപ്പോൾ നമ്മളൊരു വൈറ്റ് ബ്രെഡ് എടുക്കുകയാണെങ്കിൽ, സാധാരണ നമ്മുടെ ബേക്കറിയിൽ മേടിക്കുന്ന മൈദയുടെ ബ്രെഡ്, അതിലൊരു കഷ്ണം നമ്മൾ കഴിക്കുകയെന്ന് വെച്ചോ, അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ശരിക്കും ഒരു 70-75 ഇടയിലാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ തന്നെ ഒരു പീനട്ട് ബട്ടർ നമ്മൾ നല്ലോണം തേക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് കൊഴുപ്പുമുണ്ട് പ്രോട്ടീനും ഉണ്ട്. അപ്പോൾ എന്ത് പറ്റും? ഈ ദഹനം സ്ലോ ഡൗൺ ആവും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സും താഴോട്ടും. ആ 70-75 ചിലപ്പോൾ അതൊരു 65-ലേക്കോ 60-ലേക്കോ വരെ കുറഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭക്ഷണങ്ങളെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ എപ്പോഴും ഓർത്തോണം, കൊഴുപ്പ് വെച്ചിട്ട് നമുക്ക് ഗ്ലൈസമിക് ഇൻഡെക്സ് കുറയ്ക്കാൻ പറ്റുമെങ്കിലും കൊഴുപ്പിൽ കാലറീസ് ഉണ്ട്. അതുകൊണ്ട് കൊഴുപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കഴിക്കാൻ. തീർച്ചയായിട്ടും. നമ്മുടെ വീടുകളിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയും ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണങ്ങളാണ്. അപ്പം അതിനെ കഴിക്കുമ്പോൾ നമ്മളെപ്പോഴും മനസ്സിൽ വിചാരിക്കുന്ന ഒരു വിചാരമുണ്ട്, ഇതിനകത്തുനിന്ന് പഞ്ചസാര കൂടുമോ. പക്ഷേ അതിൻ്റെ കൂടെ പരിപ്പും പയറും ഒക്കെ കഴിച്ചാൽ കുറച്ച് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. വളരെ സന്തോഷം. കാർബോഹൈഡ്രേറ്റിൻ്റെ പലതരത്തിലുള്ള കാർബോഹൈഡ്രേറ്റും നാരും അതിൻ്റെ ഉള്ളടക്കവും ഭക്ഷണത്തിൻ്റെ ഗ്ലൈസമിക് സൂചിക എങ്ങനെയാണ് സഹായിക്കുന്നത്?
നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ അത് ഗ്ലൂക്കോസ് ആണ്. അതാണല്ലോ നമ്മൾ 100 എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡായിട്ട് വെക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഈ ഗ്ലൂക്കോസിനെ നമ്മളൊരു ഇഷ്ടികയായിട്ട് കണക്കാണ്. ആ ഗ്ലൂക്കോസിന് മോണോസാക്രൈഡ് എന്ന് പറയും. ഓക്കെ, 2 ഇഷ്ടികകൾ കൂട്ടി വെക്കുന്ന ടൈപ്പ് കാർബോഹൈഡ്രേറ്റ് ആണെങ്കിൽ അതിന് ഡൈസാക്രൈഡ് എന്ന് പറയും. 3 തൊട്ട് 10 വരെയുള്ള കാർബോഹൈഡ്രേറ്റ് മോളിക്യൂൾസ് ആണെങ്കിൽ അതിന് ഒളിഗോസാക്രൈഡ് എന്ന് പറയും. 10ൻ്റെ മുകളിലുള്ള വലിയ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സിന് പോളിസാക്രൈഡ്സ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ 4 ഡിഫറെൻറ്റ് കോമ്പോസിഷൻസ് ടൈപ്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സാണ് ഉള്ളത്. കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുമ്പോഴാണ് ഏറ്റവും പതിയെ അതിനെ ഡൈജസ്റ്റ് ചെയ്ത് ബ്ലഡ് ഗ്ലൂക്കോസ് വരികയും ചെയ്യുന്നത്. GI അതിൻ്റെ കൂടുതലായിരിക്കും. ഗ്ലൈസമിക് സൂചികയിൽ അതിൻ്റെ അളവ് കുറവായിരിക്കും, ഗ്ലൂക്കോസിൻ്റെ കൂടുതലായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ അതിന് എന്തെങ്കിലും ഒരു ഉദാഹരണം, അങ്ങനെയുള്ള ഭക്ഷണങ്ങൾക്ക് ഉദാഹരണം പറയാൻ സാധിക്കും? ഇപ്പോൾ സ്റ്റാർച്ച് എന്ന് പറയുമ്പോൾ അതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് അത് സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ആണ്. പിന്നെ മാൾട്ടോസ്, ഡെക്സ്ട്രോസ് അതൊക്കെ ഈ ഒളിഗോസാക്രൈഡ്സ് ആണ്. അതായത് 3ൻ്റെയും 10ൻ്റെയും ഇടയിൽ വരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിട്ട്. അപ്പോൾ ഇങ്ങനെ പല രീതിയിലാണ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ ഒരു മതിൽ ഇടിച്ച് പൊട്ടിക്കാൻ എത്ര നേരം എടുക്കും? വയറിൻ്റെ അകത്തേക്ക് ഒരു മതിലാണ് നമ്മൾ ഇറക്കി വെച്ചിരിക്കുന്നതെങ്കിൽ, ഒരു ഇഷ്ടികയാണെങ്കിൽ അത് ഇടിച്ച് പൊട്ടിക്കാൻ എത്ര നേരം എടുക്കും? അത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡൈജഷനും ബ്ലഡ് ഗ്ലൂക്കോസ് റൈസും ഒക്കെ പോകുന്നത്. അതായത് ചെറിയ ഒരു മതിൽ പൊട്ടിക്കുന്നതും വലിയൊരു മതിൽ പൊട്ടിക്കുന്ന സമയ വ്യത്യാസം പോലെയാണ് ഈ പറഞ്ഞ കാര്യം. അതായത് ഈ പറഞ്ഞ പദാർത്ഥങ്ങൾ അടങ്ങിയ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആ ഭക്ഷണങ്ങൾ തിരിച്ചറിയാനും പറ്റുമായിരുന്നു. എന്തെങ്കിലും ഉദാഹരണങ്ങൾ അതിന് പറയാൻ പറ്റുമോ? കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു കോമ്പിനേഷനെ കുറിച്ചൊക്കെ നമ്മളിപ്പോൾ മനസ്സിലാക്കിയല്ലോ. അതുപോലെ തന്നെ പാർശ്വ നേരത്തെ എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്തു ഈ ഫൈബർ എങ്ങനെയാണെന്നുള്ളത്. ഫൈബറും ശരിക്കും ഒരു തരത്തിലൊരു കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. പക്ഷെ നമ്മുടെ വയറിന് അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ 2 തരം ഫൈബേഴ്സ് ഉണ്ട്. സോല്യുബിൾ ഫൈബേഴ്സ് ഉണ്ട്, ഇൻസോല്യുബിൾ ഫൈബേഴ്സ് ഉണ്ട്. ഈ സോല്യുബിൾ ഫൈബേഴ്സ് വയറിൻ്റെ അകത്ത് ചെന്ന് കഴിയുമ്പോൾ ഒരു ജെൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ടാക്കും. അപ്പോൾ അതിന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ചുകൂടെ സമയമെടുക്കും. ഇൻസോല്യുബിൾ ഫൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അത് ഡൈജഷനേ നടക്കുന്നില്ല, പക്ഷേ അത് നമ്മുടെ ടോട്ടൽ ഫുഡിൻ്റെ വോളിയം ലോഡ് കൂട്ടി മൊത്തത്തിൽ അതിൻ്റെ ഡൈജഷൻ കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഈ ഫൈബർ ഉണ്ടാവുന്നത് ആ ടോട്ടൽ മീലിൻ്റെ അല്ലെങ്കിൽ ആ ഫുഡിൻ്റെ GIനെ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അത് തീർച്ചയായിട്ടും പച്ചക്കറികളും ഒക്കെയുള്ള അടങ്ങിയ ഭക്ഷണങ്ങളായിരിക്കുമല്ലോ. അപ്പോൾ അന്നജത്തിൻ്റെ ഘടന ഈ GIയെ എങ്ങനെ ബാധിക്കുന്നു? അതിന് എന്തെങ്കിലും ഉദാഹരണങ്ങൾ പറയാൻ കഴിയുമോ? തീർച്ചയായിട്ടും. അന്നജം അല്ലെങ്കിൽ സ്റ്റാർച്ചിൻ്റെ അകത്ത് 2 ഘടനകളാണ് ഉള്ളത്. ഒന്ന് അമൈലോസും ഒന്ന് അമൈലോപെക്റ്റിനും. ഇതിലെ കൂടുതലും അമൈലോപെക്റ്റിനാണ്. സാധാരണ സ്റ്റാർച്ചി ഫുഡ്സിൽ കൂടുതലും അമൈലോപെക്റ്റിനാണ്. ഈ അമൈലോപെക്റ്റിൻ പെട്ടെന്ന് ദഹിപ്പിക്കുകയും അമൈലോസ് പതുക്കെ ദഹിപ്പിക്കുകയും ചെയ്യുന്ന ടൈപ്പ് ഒരു കമ്പോണൻ്റാണ്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അമൈലോപെക്റ്റിൻ കൂടുതലുള്ള ഭക്ഷണങ്ങളുടെ GIയും ഹയർ ആയിരിക്കും. കാരണം അത് പെട്ടെന്ന് ദഹിപ്പിക്കും, അതിൻ്റെ അകത്ത് നിന്നും പെട്ടെന്ന് ബ്ലഡിലേക്ക് ഷുഗർ റിലീസ് ചെയ്യും. അതുകൊണ്ട് തന്നെ അതിൻ്റെ GI ഹയർ ആയിരിക്കും, കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഭക്ഷണങ്ങളുടെ അകത്തെ സ്റ്റാർച്ചി ഫുഡ്സിൻ്റെ അകത്തെ അമൈലോപെക്റ്റിൻ്റെ ആ ഒരു അളവിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ എത്രത്തോളം GI ഹയർ ആയിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ബസ്മതി അരി, നമുക്ക് എല്ലാവർക്കും ബിരിയാണിയൊക്കെ ഇഷ്ടം. അപ്പോൾ ബസ്മതി അരി അല്ലെങ്കിൽ നമ്മുടെ പച്ചരി, സാധാരണ നമ്മൾ വൈറ്റ് റൈസ് കുക്ക് ചെയ്ത് കഴിക്കുന്ന പച്ചരി, രണ്ടും കണ്ടാൽ വെള്ള കളറിലായിരിക്കുന്നത്. പക്ഷേ രണ്ടിൻ്റെ അകത്തെ അമൈലോസ് ടു അമൈലോപെക്റ്റിൻ്റെ റേഷ്യോ വ്യത്യാസമാണ്. അപ്പോൾ ബസ്മതി അരിക്കകത്ത് അമൈലോപെക്റ്റിൻ്റെ അളവ് താരതമ്യേന കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ GI അല്ലെങ്കിൽ ഗ്ലൈസമിക് ഇൻഡെക്സും കുറവ്. അതൊരു 50-58 ഇടയിലേ ഉള്ളൂ. അത് ആക്ച്വലി നല്ല GI ആണ്. മറിച്ച് വൈറ്റ് റൈസിനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അമൈലോപെക്റ്റിൻ്റെ അളവ് താരതമ്യേന കൂടുതലാണ്. അതുകൊണ്ട് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സും വളരെ കൂടുതലാണ്. അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് ആയിട്ട് ഒരുപക്ഷെ ഞെട്ടിപ്പോയിരിക്കും, ഏകദേശം 80 വരും. അത് വൈറ്റ് ഷുഗറിന് പോലും 75 ഉള്ളൂ ഈ GI, ഇതിൻ്റെ 80. അപ്പോൾ അത്രയും നമ്മുടെ ബ്ലഡ് ഷുഗർ പെട്ടെന്ന് റൈസ് ചെയ്യാൻ സാധ്യതയുള്ളൊരു ഭക്ഷണമാണ് കുക്ക്ഡ് വൈറ്റ് റൈസ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് പല ഭക്ഷണങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും ഗ്ലൈസമിക് സൂചിക 1-100 എന്ന സ്കെയിലിൽ നിന്നാണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം ഉയർന്ന GI അല്ലെങ്കിൽ കുറഞ്ഞ GI ഏതൊക്കെ അക്കങ്ങളാണ് നമുക്ക് കണക്കാക്കാൻ പറ്റും? നമ്മൾ പ്യുവർ ഗ്ലൂക്കോസ്, അതായത് 100 എന്നുള്ളൊരു സ്റ്റാൻഡേർഡ് റേറ്റിൽ നിന്നാണല്ലോ നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ
ഏറ്റവും നല്ല ജി ഐയുടെ റേഞ്ച് എന്ന് പറയുമ്പോൾ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണ്. അത് 0 to 55. ഓക്കെ, 56 തൊട്ട് 69 വരെ അത് മീഡിയം റേഞ്ച് ആയിട്ട് കണക്കാക്കുന്നു. അതുപോലെ തന്നെ 70 തൊട്ട് 100ൻ്റെ മുകളിലേക്കും, അതായത് ഇപ്പോൾ വീണ്ടും റിഫൈൻഡ് ആയിട്ടുള്ള പല ഷുഗേഴ്സും 100ൻ്റെ മുകളിലുണ്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് അത്ര മാറ്റർ ചെയ്യുന്നില്ലെങ്കിലും ഈ 3 റേഞ്ചസ് ആണ്. 0 to 55 ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് റേഞ്ചാണ്, 56 to 69 മീഡിയം ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ റേഞ്ചും, 70 to 100 ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സിൻ്റെ റേഞ്ച് ആയിട്ടാണ് കണക്കാക്കുന്നത്. എന്തായാലും ഈ ഉയർന്ന GI ഭക്ഷണങ്ങൾ അത് കഴിക്കുന്നത് നമ്മുടെ പ്രതിരോധശേഷിയെ ബാധിക്കും എന്ന് പറയുന്നുണ്ട്. അത് അണുബാധയ്ക്ക് കാരണമാകും എന്നും പറയുന്നു. എത്രമാത്രം വാസ്തവമാണ്? അത് തീർച്ചയായും ഒരു വാസ്തവം തന്നെയാണ്. നമ്മൾ ഒരു ഉയർന്ന GI ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയാം. നമ്മൾ ഉയർന്ന GI ഉള്ള ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് അങ്ങ് കൂടും, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യും. ആ സമയത്ത് ഒത്തിരി ഇൻസുലിൻ ശരീരം പുറപ്പെടുവിക്കും. ഈ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന സമയത്ത് ശരീരത്തിലൊരു സ്ട്രെസ് അനുഭവപ്പെടും. അതിനെ നമ്മൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ടെമ്പററി ആയിട്ട് ശരീരത്തിലൊരു ഇൻഫ്ലമേഷനും അനുഭവപ്പെടും. അപ്പോൾ ഇപ്പോഴത്തെ പഠനങ്ങൾ കാണിക്കുന്നത് നമ്മളിങ്ങനെ വളരെ ഉയർന്ന GI ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ താൽക്കാലികമായിട്ട് നമ്മുടെ രോഗപ്രതിരോധ ശേഷി താഴോട്ട് പോകും. അതായത് നമ്മുടെ WBC ആണ് രോഗപ്രതിരോധ ശേഷിക്ക് പുറയിലുള്ളൊരു കാര്യം. അപ്പോൾ ഈ WBCയുടെ പ്രവർത്തനം 5 മണിക്കൂർ വരെ താഴോട്ട് പോകുന്ന ആ സമയത്ത് നമുക്ക് പെട്ടെന്ന് രോഗം പിടിപെടാൻ സാധ്യത കൂടും. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാകും, നമ്മളിങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ ഫ്രണ്ട്സായിട്ട് കൂടുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ചീറ്റ് ഡേ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നും നോക്കാണ്ട് ഇഷ്ടംപോലെ മധുരപലഹാരങ്ങളും ഒത്തിരി ഐസ്ക്രീം അതും ഇതൊക്കെ കഴിക്കുമ്പോൾ പിറ്റേന്ന് നമുക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണ്. അത് ഒത്തിരി പേർക്ക് അനുഭവപ്പെടുന്ന ഒന്നാണ്. ഇത് തന്നെ നമ്മൾ ലോങ് ടേം ചെയ്യുകയാണെങ്കിൽ, ഈ റെഗുലർലി ഹൈ GI ഫുഡ്സ് കഴിക്കുകയാണെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ക്രോണിക് ഇൻഫ്ലമേഷൻ ശരീരത്തിലുണ്ടാവും. അപ്പോൾ ഇൻഫ്ലമേഷൻ എന്നുള്ള മലയാളത്തിൽ നമ്മൾ വീക്കം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതാണ് ഡയബറ്റീസിൻ്റെ പുറയിൽ, ഹാർട്ട് ഡിസീസിൻ്റെ പുറയിൽ, ഈവൻ അൽസൈമേഴ്സിൻ്റെ പുറയിലൊക്കെ കാരണങ്ങളൊന്ന്. അപ്പോൾ അതിനൊക്കെ സാധ്യത കൂടും. നിർബന്ധമായും വരുന്നത് പറയാൻ പറ്റില്ല, പക്ഷേ ഇതിനൊക്കെ സാധ്യത എപ്പോഴും കൂടുതലായിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യം, എപ്പോഴും ഡയബറ്റിക് ഉള്ളവർക്ക് അനുബന്ധ രോഗങ്ങളും അണുബാധകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകാമെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ നമ്മൾ ഈ പഞ്ചസാരയുടെ അളവിനെ മരുന്നുകൊണ്ടും മറ്റ് പല രീതി കൊണ്ടും കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ ഈ അറിവുകൾ നമ്മളെ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എത്ര പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നമ്മൾ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല ആരോഗ്യത്തിന് ഇത്തരം GI ഉള്ള ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം, എന്തൊക്കെയായിരിക്കണം? ഒരു ഐഡിയൽ GIയുടെ റേഞ്ച് ആണ് സാറ് ചോദിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. 60ൻ്റെ താഴോട്ടുള്ള ഒരു സൂചിക, 60ൻ്റെയും 0ൻ്റെ ഇടയിലുള്ള ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം അല്ലെങ്കിൽ മീലാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്ന് കാണുന്നത്. അപ്പോൾ പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ 20ൻ്റെ താഴെയുള്ള 0 കാർബോഹൈഡ്രേറ്റ് മീല് കഴിക്കുകയാണെങ്കിൽ അതിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സ്ലഗിഷ് ആയിരിക്കും, നമുക്ക് അലസത, ബ്രെയിൻ ഫോഗ് ഉണ്ടാവും, ക്ഷീണം, നമ്മൾക്ക് അലേർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ശരിക്കുണ്ടാവും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിലൊരു മിനിമം കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഒരു നല്ല 60യുടെ താഴെയോ അല്ലെങ്കിൽ 20യുടെ 30യുടെ മുകളിലുള്ള ഒരു ഗ്ലൈസമിക് ഇൻഡെക്സ് റേഞ്ചുള്ള ഭക്ഷണം കഴിക്കണം എന്നാണ്. പക്ഷേ നമ്മളിപ്പോൾ ഡിന്നറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും 20ൻ്റെ താഴെ കഴിച്ചാലും കുഴപ്പമില്ല. കാരണം വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കുറയുകയും ആ സമയത്ത് നമ്മൾ ഹൈ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമ്മുടെ രക്തത്തിലുള്ള ഷുഗേഴ്സ് ഒത്തിരി ഹൈ ആയിട്ടിരിക്കുകയും ചെയ്യും. സോ അങ്ങനെ വരുമ്പോൾ അത് നമുക്ക് നല്ലതല്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ഇത് കൂടാതെ വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മൾ രാത്രി അപ്പോൾ ഒട്ടും ഗ്ലൈസമിക് ഇൻഡെക്സ് ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമെന്ന് പറയുമ്പോഴും പ്രമേഹ രോഗത്തിന് ഇൻസുലിൻ എടുക്കുകയോ അല്ലെങ്കിൽ മരുന്നുകൾ മെറ്റ്ഫോമിൻ എന്തെങ്കിലും കഴിക്കുന്നവരാണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഒരു ബേസിക് ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള മീൽ കഴിച്ചാലേ ഈ മരുന്നിൻ്റെ ആക്ഷനോട് കണക്ട് ചെയ്തിട്ടുള്ളൊരു ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അവർക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ് ഒരു ഐഡിയൽ ഗ്ലൈസമിക് റേഞ്ച് 0ൻ്റെയും 60ൻ്റെയും മുകളിലാണെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും 0 പിടിക്കാനും പറ്റില്ല, എന്നാൽ 60ൻ്റെ മുകളിൽ പോകാനും പറ്റില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്താൽ നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ഡയബറ്റിക്കിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ഒരു പക്ഷേ മരുന്നിനേക്കാളിലൊക്കെ അറിവ് കൂടെ വളരെ പ്രധാനപ്പെട്ടതാണെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്ക് മറ്റൊരു ബ്രേക്കിന് സമയമായി.
ബ്രേക്കിന് ശേഷം വേഗം മടങ്ങി വരാം, എന്നിട്ട് വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം എന്ന പരിപാടിയിലേക്ക് വീണ്ടും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഭക്ഷണത്തിലൂടെ എങ്ങനെ നിയന്ത്രിക്കാമെന്നതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഷുഗർ കൂടുകയും കുറയുകയൊക്കെ ചെയ്യുന്നു. അതിൻ്റെ അപകടത്തെക്കുറിച്ച് വിശദീകരിക്കാമോ? നമ്മൾ പ്രമേഹ രോഗികൾക്കാണ് ഇത് കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മൾ ഒരു ബെഡ് ടൈം ഇൻസുലിൻ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബെഡ് ടൈം മെറ്റ്ഫോർമിൻ എന്തെങ്കിലും ഒരു ടാബ്ലറ്റ് കഴിക്കുന്നവർക്കാണ് ഈ പ്രോബ്ലം വരിക. അപ്പോൾ നമ്മളെപ്പോഴും ഗ്ലൈസിമിക് ഇൻഡെക്സ് ലോ ആയിട്ടിരിക്കുന്ന ഭക്ഷണം കഴിക്കണം എന്നുള്ള രീതിയിൽ രാത്രി കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് ഇല്ലാത്ത മീൽസ് കഴിക്കുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് ഉണ്ടായി ആ കാർബോഹൈഡ്രേറ്റ് തീരുകയാണ്. അതിനുശേഷം നമ്മുടെ ബേസ് ലൈനിൻ്റെ താഴേക്ക് ഉറങ്ങിക്കിടക്കുമ്പോൾ ഈ ഷുഗേഴ്സ് പോകും. അപ്പോൾ ആ സമയത്താണ് ഈ രാത്രി കാലത്ത് നൊക്ടേണൽ ഹൈപ്പോഗ്ലൈസിമിയ ഉണ്ടാകുന്നത്. പെട്ടെന്ന് ബോഡിയിൽ ഒരു സ്ട്രെസ് റെസ്പോൺസ് ഉണ്ടാവും. ഈ ഷുഗർ കുറയുമ്പോൾ നമ്മൾ ഉറങ്ങി കിടക്കുക, നമ്മൾ അറിയുന്ന പോലുമില്ല. അപ്പോൾ അതിനെ തരണം ചെയ്യാനായിട്ട് ഷുഗേഴ്സ് ബ്ലഡിൽ കൂട്ടും ബോഡി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഫാസ്റ്റിംഗ് ഷുഗേഴ്സ് നോക്കുമ്പോൾ നമ്മുടെ ഫാസ്റ്റിംഗ് ഗ്ലൂക്കോസ് ഹൈ ആയിട്ടിരിക്കും. അപ്പോൾ മിക്ക സമയത്ത് നമ്മൾ അറിയുന്നില്ല ഇത് ഉറങ്ങിക്കിടക്കുമ്പോൾ ഹൈപ്പോഗ്ലൈസെമി ഉണ്ടതിൻ്റെ കാരണം കൊണ്ടാണ് ഈ ഷുഗർ ഹൈ ആയിട്ട് പിറ്റേ ദിവസം രാവിലെ കാണിക്കുന്നുള്ളത്. ആൾക്കാരെന്ത് വിചാരിക്കുന്നത് വെച്ചാൽ പിറ്റേ ദിവസം രാത്രി ഇതിനേലും കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കഴിക്കാൻ നോക്കും. അപ്പോൾ ഇങ്ങനെ ഈ പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഇരിക്കും. ശരിക്കും നമ്മളൊരു നമ്മുടെ ബ്ലഡ് ഷുഗേഴ്സിൻ്റെ ലെവൽസ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഫൈബർ അടങ്ങിയ നല്ല ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പെട്ടെന്ന് താഴോട്ട് പോകാതെ ഒരു സ്റ്റഡി ഷുഗർ ലെവൽസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. വളരെ നല്ല ഇൻഫർമേഷനാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ ഉപകാരപ്രദമായ വിശദീകരണമാണ്. വളരെ നന്ദി. ഒരു ഭക്ഷണത്തിന് കുറഞ്ഞ GI ഉള്ളത് കൊണ്ട് മാത്രം അത് ആരോഗ്യകരമാകും? ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ചില കുറഞ്ഞ GI ഉള്ള ഭക്ഷണങ്ങൾ ആരോഗ്യകരമായിരിക്കാം, പക്ഷേ എപ്പോഴും അത് വെച്ച് മാത്രം ഒരു ഭക്ഷണത്തിൻ്റെ ഹെൽത്തിനെസ്സിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. റെഡ് മീറ്റിൻ്റെ GI എന്ന് പറയുന്നത് 0 പക്ഷേ റെഡ് മീറ്റ് അൺഹെൽത്തി ആണെന്നുള്ളത് അനേകം സ്റ്റഡീസിൽ കണ്ടെത്തിയ ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ മട്ടനായാലും ബീഫായാലും ഇതൊക്കെ അൺഹെൽത്തിയാണ്. മറിച്ച് നമ്മൾ കുറച്ചും കൂടെ GI കൂടിയ ചില ഭക്ഷണങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ ആക്ച്വലി നമ്മളതിൻ്റെ ഒരു ഹെൽത്തിനെസ് നോക്കുകയാണെങ്കിൽ അത് വളരെ ഹെൽത്തി ആയിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഒരു 30, 40, 50 GIയിലുള്ള പല ഭക്ഷണങ്ങളുമുണ്ട്. അത് റെഡ് മീറ്റിനേക്കാളും ഒത്തിരി ഹെൽത്തിയാണ്. അതുകൊണ്ട് ഈ GI കുറഞ്ഞുകൊണ്ട് മാത്രം ഒരു ഭക്ഷണം ഹെൽത്തി ആണെന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരു ഉദാഹരണം പറയുമ്പോൾ നമ്മൾ നെയ്യിൻ്റെ കൊഴുപ്പ് വെറുതെ ബട്ടർ അല്ലെങ്കിൽ നെയ്യൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ GI 0 ആയിരിക്കാം, അല്ലെങ്കിൽ വളരെ ലോ ആയിരിക്കാം. പക്ഷേ അതൊരിക്കലും നമുക്ക് ഒത്തിരി കഴിച്ചാൽ നല്ലതല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കൊഴുപ്പൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ചെറിയ അളവുകളിൽ ഇടുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ മീലിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ അത് അമിതമായ ഈ ഭക്ഷണം തന്നെ ആ സമയത്ത് ബ്ലഡ് ഷുഗർ സ്പൈക്ക് ഉണ്ടാക്കിയിരുന്നു, പിന്നീട് ആ ഫാറ്റി ആസിഡ്സായി മാറുകയും നമ്മുടെ ശരീരത്തിൽ ആ ഫാറ്റ് അടിഞ്ഞുകൂടുകയും അത് ഏത്രോസ്ക്ലീറോസിസ് വരെ ആയി മാറാൻ സാധ്യതയുണ്ട്, അതിൻ്റെ അകത്തുള്ള കൊളസ്ട്രോളൊക്കെ ചെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് GI കുറവായതുകൊണ്ട് ഒരു ഭക്ഷണം ഹെൽത്തിയാണെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഭക്ഷണത്തിൻ്റെ തിരഞ്ഞെടുപ്പിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. ചില സാധാരണ ആഹാരങ്ങളുടെ GI എന്താണ്? നമുക്ക് മലയാളികൾ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഒന്ന് പൊറോട്ട. പക്ഷേ അതിൻ്റെ GI ഭയങ്കര പ്രശ്നമാണ്. 85 പൊറോട്ടയുടെ GI. നമ്മൾ സാധാരണ എല്ലാവരും അത്താഴത്തിന് കഴിക്കുന്ന കഞ്ഞിയും ഏകദേശം 80 അടുത്ത് GI ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മളെല്ലാവരും സാധാരണഗതിയിൽ കഞ്ഞി കഴിക്കുമ്പോൾ അത് GI കൂടുതലാണെന്ന് നമ്മൾ തിരിച്ചറിയണം. അവിയലാണെങ്കിൽ 30 ഉള്ളൂ. തോരൻ, കടലക്കറി 35. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ റേഞ്ച് പോകുന്നത്. കപ്പ കഴിക്കുമ്പോഴും ഇതുപോലെ തന്നെ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടുതലാണ്. ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിനും ഒരു മീഡിയം 60 to 65 റേഞ്ചിലുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് ഉണ്ടെന്നുള്ളതാണ്. ഇതുപോലെ നമുക്ക് എല്ലാ ഫുഡ്സിനെയും പഴംപൊരി, വട എല്ലാത്തിൻ്റെയും ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭക്ഷണ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടും കേട്ടിട്ടുമുള്ള കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ അറിവുകളാണ്
നമുക്ക് കിട്ടിയത്. ആ അറിവുകൾ നമുക്ക് പങ്കുവച്ചതിന് ജേക്കബിനും എൽവിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ അറിവുകൾ നമ്മുടെ ആരോഗ്യകരമായ ജീവിതത്തിന് ഒരു ദിശാബോധം നൽകും എന്നാണ് വിചാരിക്കുന്നത്. എല്ലാവർക്കും നന്ദി. മറ്റൊരു നല്ല വിശേഷവുമായി ഞങ്ങൾ മടങ്ങി വരും. അതുവരെയും കാത്തിരിക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.